ദോഹയിലെ ഇന്ത്യൻ അത്ലറ്റിക്സ് സംഘത്തിന്റെ പ്രകടനത്തെ വിലയിരുത്താനായി ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച അത്ലറ്റായ ശ്രീ പി.ടി. ഉഷ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. സമീപകാലത്ത് ഈ കഴിഞ്ഞ ബുസാൻ ഏഷ്യൻ ഗെയിംസിന് ശേഷം മൊത്തത്തിൽ നോക്കിയാൽ ഇന്ത്യയുടെ അത്ലറ്റിക്സിന് അങ്ങനെ ഒരു പതനം സംഭവിച്ചിട്ടില്ലേ എന്നൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്ലറ്റിക്സിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡലൊക്കെ കൊണ്ടുവരണ്ടായി. കാരണം ഒരുപാട് ഈവൻസ് ഉള്ളതല്ലേ. ഇന്നിപ്പം 3 ദിവസം കഴിഞ്ഞിട്ടും നമുക്കൊരു ഗോൾഡും വന്നിട്ടില്ല. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് നമ്മളുടെ പെർഫോമൻസ് മോശമായി വരിക എന്നുള്ളതാണ്. ഇനിയിപ്പോ പ്രതീക്ഷയുള്ള ഒരിനം റിലേ ആണ്. ആ റിലേയിൽ എന്താണ് സാധ്യത നമ്മളിപ്പോൾ കാണുന്നത്? 4x400 മീറ്റേഴ്സ് റിലേയില് കഴിഞ്ഞ ഇന്റർ സ്റ്റേറ്റ് മീറ്റിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് പറയാൻ പറ്റില്ലായിരുന്നു. സിൽവറോ ബ്രോൺസോ എന്നേ നമുക്ക് പറയാൻ പറ്റിയിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഗോൾഡിനൊക്കെ ചാൻസ് ഉണ്ട്. ഗോൾഡ് ഒരു പക്ഷേ 4x400 മീറ്റേഴ്സ് റിലേക്ക് നമുക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ടിൻഡുവിന്റെ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്, എങ്ങനെ കാണുന്നത്? ടിൻഡു 4x400 മീറ്റേഴ്സ് റിലേയിൽ റിസർവ് ആയി വന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ബെസ്റ്റ് 4 ആൾക്കാർ ഇപ്പം ബെസ്റ്റ് ഇപ്പം പിങ്കി, മഞ്ജിത് കൗറും ഗീതയും ചിത്രയും ആയിരിക്കും ഓടുക. അവരായിരിക്കണം. പക്ഷെ ഇനിയിപ്പം റിസർവ് വരുന്ന ആൾ ഓടണമെങ്കിൽ എപ്പോഴും അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴല്ലേ ഓടുക. അപ്പം നമ്മൾ ഒരിക്കലും അവർക്ക് പറ്റരുതെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏതായാലും അവർക്ക് ഇതിൽ വന്ന് ഇത്രയും നല്ലൊരു മീറ്റ് കാണാനും ഇതിൽ പങ്കെടുക്കാനും ഇവരുടെ കൂടെ അത് നല്ലൊരു അനുഭവമായിരിക്കും.